നമസ്കാരം. നമ്മളോടൊപ്പം ഇന്നുള്ളത് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനത്തിലൂടെ നിരവധി പേർക്ക് ബ്ലഡ് ദാനം ചെയ്യുകയും ആതുര സേവന രംഗത്ത് തന്റെ പ്രവർത്തനം ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വത്തോടു കൂടി നിർവഹിക്കുകയും ചെയ്ത ഒരു യൂട്യൂബറും ബ്ലോഗറും ഒക്കെയായ നമ്മുടെ പ്രിയപ്പെട്ട റിയാസ് മുഹമ്മദാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം റിയാസ്. നമസ്കാരം. ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്, ബ്ലഡ് ദാനം ചെയ്യുന്നത്, ഹോസ്പിറ്റലിൽ കിടക്കുന്നത്, പിന്നെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനമൊക്കെ കണ്ടിട്ടുണ്ട്. ഇതുവരെ എത്ര പേർക്ക് ബ്ലഡ് ദാനം ചെയ്ത് കാണും? ഇപ്പൊ 27 പേർക്ക് ബ്ലഡ് ദാനം ചെയ്തിട്ടുണ്ട് നമ്മൾ സ്വന്തമായിട്ട്. പിന്നെ എത്ര പേർക്ക് നമ്മളെ കൊണ്ട് കൊടുത്തിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. അതുപോലെ നമ്മളെ കൊണ്ട് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരാൾക്കാരെ ആവശ്യങ്ങൾക്കായിട്ട് വിളിക്കുമ്പോൾ നമ്മൾ ഏത് ടൈമാണ് ചിലപ്പോൾ പറയും ബ്ലഡ് കിട്ടാത്ത ഏതെങ്കിലും റയർ ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മൾ അവിടെ വെച്ച് തന്നെ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഒരു ലൈവോ അല്ലെങ്കിൽ എന്തെങ്കിലും വിട്ട് അന്നേരം തന്നെ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കാറ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് തന്നെ അത് മനസ്സിലാക്കാൻ കഴിയും എത്രയോ പേർക്ക് ബ്ലഡ് ദാനം. അവരുടെയൊക്കെ ആ ഒരു സന്തോഷകരമായ പിന്നെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴുള്ള ആ ഒരു സന്തോഷം പറയാതിരിക്കാൻ പറ്റത്തില്ല. അത്രയും മാത്രം ഒരു ഇതാണ്. എത്ര വർഷമായി കാണും ഈ ജീവകാരുണ്യ പ്രവർത്തനം തുടങ്ങിയിട്ട്? അങ്ങനെ പറയുവാണെങ്കിൽ നമുക്കൊരു അറിവ് വെച്ച കാലം തൊട്ട് നമ്മുടെയൊക്കെ ജീവിതകാലം അറിയാലോ, അത്തായും ഉമ്മച്ചിയും ഒക്കെയുള്ള കാലഘട്ടം അവരൊക്കെ ചെയ്തു വന്നേക്കുന്ന ആ ഒരു പരിപാടികൾ നമ്മൾ പിൻപറ്റിയ ഒരു മനുഷ്യനെ എങ്ങനെ സഹായിക്കണം, ഏത് രീതിയിൽ ജീവിക്കണം എന്നുള്ള അവർ പകർന്നു തന്ന ഒരു അറിവാണ് നമുക്ക് ഇപ്പോഴും അതിൻ്റെയൊക്കെ ഒരു പ്രചോദനമായിട്ടുള്ളത്. ഞങ്ങള് പൂപ്പള്ളിയിൽ നിന്നും ഞങ്ങൾ കുറച്ച് കാലം നമ്മുടെ വിഴുക്കത്തോടിലായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ ഒരു കുട്ടിക്കാലം എന്ന് പറയുന്നത് അത് വിഴുക്കത്തോടിലായിരുന്നു. എല്ലാ മതസ്ഥരും ഉള്ളൊരു സ്ഥലമാണ്. അതെന്ന് വെച്ചാൽ നമ്മുടെ പിന്നെ എല്ലാ മതസ്ഥരും ഉണ്ടെങ്കിലും അതിൽ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആൾക്കാർ അവിടെ ചുരുക്കമാണ്. ഞങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാവരും ഭയങ്കര സ്നേഹത്തോടെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുകയും ഒരു പ്രത്യേക ഒരു സ്നേഹമുള്ളൊരു സ്ഥലമാണ് ഈ വിഴുക്കത്തോട് എന്ന് പറയുന്ന സ്ഥലം. മനുഷ്യർ അങ്ങോട്ട് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ആ വീട്ടിലേക്ക് നമുക്കൊരു അപകടം പറ്റുമോ അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ മരണമുണ്ടോ, എല്ലാ കാര്യങ്ങൾക്കും ഒരു കല്യാണമാവട്ടെ എല്ലാത്തിനും അവർ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സുന്ദരൻ. അത് തന്നെ ആ ഒരു നാടിന്റെ ഒരു ഇത് ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. അത് തന്നെയാണ് നമുക്ക് എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഒരു ആവശ്യം വന്നാൽ ഒരാൾക്കൊരു അത്യാവശ്യം പൈസ വേണം, എല്ലാവരും പെട്ടെന്ന് സഹകരിച്ച് അത് രൂപീകരിക്കുന്നു. അങ്ങനെ എല്ലാത്തിലും ഒരു പ്രചോദനമായി എപ്പോഴും നമ്മുടെ വിഴുക്കത്തോടാണ്. താങ്കൾക്ക് തിരക്കേറിയ ഒരു ബിസിനസ് ഉണ്ട്. പടിക്കൽ ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞ ഒരു ഗോഡൌൺ ഉണ്ട്. അതിന്റെ ബിസിനസ്സായിട്ട് മുന്നോട്ട് വന്ന ഗ്രാനൈറ്റിന്റെ ബാംഗ്ലൂരും കാഞ്ഞിരപ്പള്ളിയും കൂപ്പളയൊക്കെ ആയിട്ട് ഇങ്ങനെ നിരന്തര യാത്രകളിലാണ്. ഈ തിരക്കിനിടയിലൊക്കെ എങ്ങനെ ഈ പ്രവർത്തനത്തിന് സമയം കണ്ടെത്തുന്നു? നമുക്ക് എല്ലാവർക്കും ആവശ്യത്തിനുള്ള സമയമുണ്ട്, നമ്മളത് കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പൊ രാവിലെ നമ്മളിപ്പോ സുബൈ കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒരു 6 മണി 7 മണി 8 മണി ഒരു 9 മണി അതിനുള്ളിൽ സമയം നമുക്ക് ഇഷ്ടംപോലെ കിടപ്പുണ്ട്. വൈകുന്നേരങ്ങളിലാണേലും അങ്ങനെ ഓരോ സമയമുണ്ട്. അപ്പം ഇതൊന്നും അല്ല സമയം. ഏത് രാത്രിയിൽ വിളിച്ചാലും നമ്മുടെ ഫോൺ സൈലന്റ് ആക്കാൻ നമ്മുടെ തലക്കിലെ കാണും. അപ്പം ആരെന്നാ വിളിച്ചാലും അപ്പം പ്രത്യേകിച്ച് ഞാൻ ഇപ്പൊ റാവിയണ്ണന്റെ കാര്യം, ഇപ്പൊ റാവിയണ്ണൻ നമ്മളെ എന്ത് ചെയ്യണേ, റാവിയണ്ണോട് തന്നെ പറയാം. റാവിയണ്ണനൊക്കെ ആണെങ്കിൽ കൊറോണ കാലഘട്ടം വന്നപ്പോൾ പോലും അതിനെ പോലും ഞങ്ങൾ ആരും പേടിച്ചിട്ടില്ല. അതായത് റാവിയണ്ണനോട് ഞാനിനി പ്രത്യേകിച്ച് പറയണ്ട. റാവിയണ്ണനൊക്കെ ആണെങ്കിൽ സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കി വണ്ടി എടുത്തുകൊണ്ട് രാവിലെ തൊട്ട് ഇറങ്ങുക. BP കിറ്റും അത് ഇത് പിന്നെ സാനിറ്റൈസർ എല്ലാ സാധനവുമായിട്ട് എല്ലാവർക്കും ഫുഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് എത്രയോ ദിവസങ്ങൾ ആ കൊറോണ കാലഘട്ടത്തിൽ ഏറ്റവും മനുഷ്യൻ വിറച്ച് പേടിച്ചു നിന്ന സമയത്ത് പോലും നമ്മൾ പേടിച്ചിട്ടില്ല. ഉണ്ടോ? അവസാനം ചുകര തൊപ്പി 26 ആശുപത്രി കിടന്നിട്ടപ്പോൾ പോലും എന്നെ കാണാൻ വേണ്ടി PP കിറ്റ് വിട്ട് അവിടെ വന്നു. വീട്ടിലും ഇതുപോലെ തന്നെ. അപ്പൊ ഞങ്ങളെല്ലാം സജീവ പ്രവർത്തനമായിട്ട് കൊറോണ കാലഘട്ടത്തിൽ നിന്നപ്പോഴും നമ്മുടെ റാവിയണ്ണനൊക്കെ ആണെങ്കിൽ തന്നെ അവിടെ വീടിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുക, നിന്നെ കാണാൻ നമ്മളെ ആ ഒരു സ്നേഹബന്ധമാണ് ഇതിന്റെയൊക്കെ ഏറ്റവും വലുത്. അത് എല്ലാവരും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ സമൂഹത്തിലാണ്. ഇപ്പം റാവിയണ്ണൻ അറിയാമല്ലോ, നമ്മളിപ്പോ തന്നെ ഇപ്പം 3 or 4 വെയിറ്റ് ഷെഡിന്റെ പരിപാടികൾ തീർത്തു. പൂപ്പള്ളിയിലും കുളപ്പുറവും പട്ടിമറ്റവും ഇപ്പൊ കുളപ്പുറത്ത് വേറെ ചെറുതും ഒക്കെ ആയിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ നാട്ടിൽ എന്നാക്കെ ചെയ്യാം, നമ്മുടെ ഈ കുറഞ്ഞ കാലങ്ങളിലുള്ള ജീവിതത്തിൽ നമുക്ക് എന്നാക്കെ നമ്മുടെ നാടിന് വേണ്ടി ചെയ്യാവോ അതെല്ലാം ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയത്. ഒറ്റ കാര്യം സ്നേഹത്തോടെ ചോദിക്കുക, നിങ്ങൾക്ക് ബിസിനസ് ഒക്കെ ഉണ്ടെങ്കിൽ താങ്കളെ ഒരു പാലിച്ച ഉത്തരവാദിത്വം ഒരു കുടുംബനാഥനും കൂടിയാണ്. ഒരാൾക്കൊരു ബുദ്ധിമുട്ടെന്ന് കേട്ടാ നിങ്ങൾ അവിടെ ഓടി, നിങ്ങളുടെ വീഡിയോ ഒക്കെ ഞാൻ കാണാറുണ്ട്. ഒരു ബുദ്ധിമുട്ടെന്ന് കേട്ടാ നിങ്ങൾ പരസ്യമൊന്നും ആക്കത്തില്ല, നിങ്ങൾ ഓടി എത്താറുണ്ട്, ഒരുപാട് പേര് സഹായിക്കാറുണ്ടെന്ന് നമുക്കറിയാം. വ്യക്തമായിട്ട് തന്നെ എനിക്കറിയാം. ഈ സാമ്പത്തികമൊക്കെ എങ്ങനെയൊക്കെ നമുക്ക് ചെലവാക്കുന്നതിന്റെ പരിധി, നമ്മളെ സഹായിക്കാൻ വേറെ ആരും ഇല്ല. അപ്പം നിങ്ങൾ ഒരുപാട് പേര് സഹായിക്കുമെന്ന് എനിക്കറിയാം. ഇപ്പൊ സ്കൂൾ തുറന്നപ്പോഴാണ് തന്നെ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് അതെങ്ങനെ സാമ്പത്തികം കണ്ടെത്തുന്നത്, എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു? അതായത്
നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പണിയെടുത്ത് അധ്വാനിച്ച് കുറച്ച് കിട്ടും. പിന്നെ നമ്മള് അതുപോലെ സാഹചര്യത്തിൽ ചെറിയ വീടുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാണ് ചിലർ എന്നെ വിളിക്കും. അത് ഓരോരുത്തർക്കെല്ലാം അറിയാം. നമ്മൾ അവർ വിളിച്ചു കഴിയുമ്പോഴത്തേനും നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. പിന്നെ നമുക്കറിയാം നമ്മുടെ കൊറോണ കാലഘട്ടത്തിലും ഗൾഫിൽ നിന്നൊക്കെ എത്രയോ പേര് നമുക്ക് പി പി കിറ്റ് ആയിട്ട് അതായിട്ടൊക്കെ അയച്ചു തന്നു. പിന്നെ പെട്രോൾ അടിക്കാൻ പോലും ചില സമയത്ത് ആ സമയത്ത് പൈസ അയച്ചു തരുന്നവരുണ്ട്. ഉണ്ട്. അപ്പൊ നമുക്ക് എന്തൊരാവശ്യം വന്നാലും നമ്മുടെ കുറച്ച് കൂട്ടുകാരും നമ്മുടെ ഈ പ്രദേശത്തുള്ള ഒത്തിരി പേരുണ്ട്. അവരുടെ പേരൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവരെല്ലാം നമുക്ക് റിയാസ് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അന്നേരം റിയാസ് ഇത്ര രൂപ, അതാ ചിലപ്പോൾ 5000 ആവാം 10000 ആയി ഇങ്ങനെ വന്നിട്ട് പറയും അത് ചെയ്തു. അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട്. അവരൊന്നും പേരെടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവരൊക്കെ നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ ഒരു തുകയിട്ട് നമ്മളെല്ലാം കൂടെ അറേഞ്ച് ചെയ്ത് നമ്മൾ ഈ പരിപാടികളെല്ലാം ചെയ്യുന്നു. മുന്നോട്ട് നല്ലൊരു കർഷകനാണ്. ആ ഈ കിട്ടുന്ന സമയത്ത് ജീവകാരുണ്യ പ്രവർത്തനത്തിന് സമയം ചെലവാക്കും. ഒരു ഹോസ്പിറ്റലിൽ ആരെങ്കിലും കൊണ്ടുപോയി ഉടനെ വണ്ടിയായിട്ട് പെട്രോൾ അടിച്ച് ഉടനെ വിട്ടുപോവുക. അതിനൊക്കെ ബിസിനസ്സിന് ഗ്രാനൈറ്റിന് മേടിക്കുകയാണെങ്കിൽ അതിന് പണിക്കാരുണ്ട്, അതിന് പുറകെ പോകണം. സമയക്കുറവ്. അതിനിടയ്ക്ക് നല്ലൊരു കർഷകനും കൂടിയാണ്. ഈ കൃഷിയൊക്കെ ചെയ്യാനുള്ള സമയം കിട്ടുമോ? കൃഷി നമ്മൾ ഞാൻ പറഞ്ഞ രാവിലെ നമുക്ക് സുബൈ കഴിഞ്ഞ് കുറച്ച് സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെയൊക്കെ പുറം ഇപ്പം തേനീച്ചയെ വളർത്തുന്നുണ്ട്. ഒരു ടൈം ടേബിൾ ജീവിതമാണോ? അത് തന്നെ. അതാണ് ഇതിന്റെ ഏറ്റവും ഒരു പ്രധാന ഘടകം. നമ്മൾ രാവിലെ ഏറ്റു കഴിഞ്ഞാൽ ഓരോരോ പരിപാടികൾ ഇങ്ങനെ കറക്റ്റ് ആരെയും വിളിച്ചിട്ടും ഓരോരുത്തർ എല്ലാം പറഞ്ഞിട്ടുണ്ട്, അത് കറക്റ്റ് ചെയ്യും. പിന്നെ ആരെന്നാ പറഞ്ഞാലും ഇന്ന് വരെ ഒരു കാര്യം ഉപേക്ഷിച്ചിട്ടില്ല, അതിന്റെ പുറകെ അങ്ങ് ഓടും. അതിനൊരു ടൈം കണ്ടെത്തിയിട്ട് അത് ഈ സമയമില്ല ആ സമയമില്ലെന്നൊന്നും പറയാറില്ല. ആ കറക്റ്റ് സമയത്ത് നമ്മൾ ഇറങ്ങിച്ചെന്ന് ഇതെല്ലാം നടത്തി കൊടുക്കും. പിന്നെ കൃഷിയെ പറ്റി പറയാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, അത്തച്ചിയൊക്കെ ആണെങ്കിലും വെട്ടാൻ ടാപ്പിങ് കഴിഞ്ഞിട്ട് വന്ന സമയങ്ങളിലെല്ലാം പറമ്പിൽ കപ്പയും ചേനയും വാഴയും ചേമ്പും പിന്നെ എല്ലാം അങ്ങനെയുള്ള ഈ ചക്കയും പ്ലാവും. അപ്പൊ എല്ലാവരും എന്നോട് ചോദിക്കും നിനക്ക് ഈ ചക്കയൊക്കെ ആണ് എത്തുവാൻ ഇഷ്ടം ഇങ്ങനെ കാണിക്കുന്നതൊക്കെ. അപ്പൊ ഇതെല്ലാം നമുക്ക് നമ്മുടെ കാരണവന്മാരിൽ നിന്നും പകർന്നു കിട്ടിയ ഒരു സംഭവമാണ്. ഇപ്പം നമ്മുടെ ഈ നാട്ടിലൊക്കെ ആണെങ്കിലും ഓരോ അപകടങ്ങൾ, മിക്ക അപകടങ്ങളിലും നിങ്ങൾ ഓരോ സൈഡിലൊക്കെ നമുക്ക് കാണുന്നതാണല്ലോ, നിങ്ങളെയും കാണുന്നതാണ്. അങ്ങനെ നമ്മൾ അവിടെ എല്ലാം ഓടി എത്താൻ പറ്റുന്നിടത്തെല്ലാം ചെല്ലുക എന്നുള്ളതാണ് നമ്മുടെ കുളപ്പുറം പാലത്തിന്റെയൊക്കെ നിരന്തരം നിങ്ങൾ പോസ്റ്റ് ഇട്ടതിന്റെ ഫലമായിട്ടാണ് അതിനെ കൈവരി വെക്കാൻ പറ്റിയത്. കുറെ കാലമായി ദിവസം അറിഞ്ഞു കൈവരിയെല്ലാം വെച്ച് നല്ല അടിപൊളിയാക്കി. അങ്ങനെ ഒത്തിരി സംഭവങ്ങള് നമ്മൾ തന്നെ അല്ലാതെ തന്നെ ഇങ്ങനെ ഇറങ്ങി നമ്മളിങ്ങനെ ചെയ്ത് പിന്നെ വേസ്റ്റ് ഇടുന്നതും അതും ഇതൊക്കെ ആയിട്ടുള്ള വീഡിയോകള്. പിന്നെ റവണ്ണറിയാലും ഏതൊരു മരണം ഉണ്ടെങ്കിലും നമ്മൾ അവിടെ ഉണ്ട്. ഏത് വീടായാലും അവിടെ ഉണ്ട്. അത് പോസ്റ്റ്മോർട്ടം ആകട്ടെ പരിപാടിയാകട്ടെ നിങ്ങൾ അറിയാതല്ല നമ്മൾ എവിടെയാണ് പാടത്ത് കാണും. തൂങ്ങി മരിച്ചു കിടക്കുന്നത് അടിച്ചിടാൻ കാണും, വിഷം അടിച്ചു കിടക്കുന്നത് കൊണ്ടുപോകാൻ കാണും, ആറ്റിച്ചാടിയവരെ കൊണ്ടുപോകാൻ കാണും. എല്ലാത്തിനും കൊണ്ട് പോസ്റ്റ്മോർട്ടം സഹിതം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ് തിരിച്ചവരെ വീട്ടിൽ കൊണ്ടുവന്ന് അവരെ മറവ് ചെയ്യുന്നത് വരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ് റിയാസ്. അല്ലേ? അതൊക്കെ ഒരു മനസ്സ് വേണം. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് കുറച്ച് അനുകൂലം ഉണ്ടായിരുന്നു. നമ്മുടെ കേസിട്ട് കാണിച്ച് ഒരു വേസ്റ്റിന്റെ ചെറുതായിട്ട് നിങ്ങൾ ഇട്ടു, അതിനൊരു പെട്ടെന്ന് നടപടി സ്വീകരിക്കാനുള്ള ഭാഗമൊന്നും ഉദ്യോഗസ്ഥർ വന്ന് കാണുന്നില്ല. ഇത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ നമ്മളിപ്പോ പഞ്ചായത്തുകാരെ കുറ്റം പറഞ്ഞ അല്ലെങ്കിൽ അവരെ കുറ്റം പറഞ്ഞ അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങിയാൽ മാത്രമേ ഇതെല്ലാം നിൽക്കുകയുള്ളൂ. അതായത് നമുക്ക് വേസ്റ്റ് ഇടാൻ നമുക്ക് ഒരു 10 സെന്റ് അല്ലെങ്കിൽ 15 സെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതെല്ലാം ചുറ്റിക്കെട്ടി കൊണ്ട് അടുത്ത പറമ്പിലും അല്ലെങ്കിൽ കണ്ടവന്റെ റോട്ടിലും സൈഡ് വഴി ഇട്ടിട്ട് പോവാണ്. നമുക്ക് തന്നെ അതൊന്ന് ആലോചിച്ച് ചിന്തിച്ച് ചെയ്യുവാണ്. പണ്ടൊക്കെ ആൾക്കാരെല്ലാവരും ഇങ്ങനെ ഒരു സംവിധാനം ഇല്ലായിരുന്നു. ഈ വലിച്ചെറിയപ്പെടുന്നത് ജനങ്ങൾ തിരക്ക് കൂടി, അത് വേറൊരു കാര്യം. അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക എന്നല്ലാതെ ഈ വലിച്ചെറിയുന്നതിനെ പറ്റി ഒന്നും നിർത്താൻ ആർക്കും കഴിയുമല്ല. കാരണം വെച്ചാൽ അത് സ്വയമേ ധരിച്ച് സ്വന്തം വീട്ടിൽ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാക്കി അവിടെ നിക്ഷേപിച്ച് അതിനെ നശിപ്പിച്ച് കളയുന്നതല്ലാതെ ഒരു മാർഗവും പരിപാടി കഴിഞ്ഞല്ലോ. എത്രയോ പ്രാവശ്യം എത്രയോ പ്രാക്കാ കിട്ടുന്നേ. അവരുടെ പ്രാക്കൾ ഈ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടില്ലായിരുന്നു? അതിന്റെ അകത്തും അതെ, ചാക്ക് പുഴുത്ത് വെച്ചേക്ക. പട്ടിയെ ഇട്ടിട്ട് അതിനൊന്ന് കുഴിച്ചിട്ടാൽ മതിയില്ല, അതിനൊരു ചാക്കി കെട്ടി റോഡ് സൈഡിൽ വെച്ചിട്ട് പോവുക. അതൊക്കെ മനുഷ്യ എന്നാ ചെയ്യാം? അതൊക്കെ നമ്മുടെ സമൂഹത്തിനോട് നമ്മൾ ചെയ്യുന്ന ദ്രോഹമാണ്. സമൂഹം ഇനി ഒരുപാട് ജനങ്ങൾ മാറാനുണ്ട്. നമ്മുടെ നാടിന്റെ അവസ്ഥ അറിഞ്ഞുകൊണ്ട്, നാട്ടുകാരുടെ അവസ്ഥ അറിഞ്ഞുകൊണ്ട് വേസ്റ്റുകളെല്ലാം പരമാവധി വീട്ടിൽ തന്നെ സംസ്കരിക്കുക. ഇങ്ങനെയുള്ള പട്ടിയൊക്കെ മരിച്ചു പോവുകയാണെങ്കിൽ അല്ലെ എന്തെങ്കിലും സംഭവിച്ചുവാണെങ്കിൽ അതുങ്ങളൊക്കെ വീടിന്റെ പരിസരത്ത് തന്നെ ഒരു കുഴിയെടുത്ത് കുഴിച്ചു മൂടുക. വേസ്റ്റ് റോട്ടിൽ കൊണ്ട് ഇടാതിരിക്കുക. ഇങ്ങനെ സ്വന്തമായിട്ട് ഓരോരുത്തരും തീരുമാനം എടുക്കുവാണെങ്കിൽ നമ്മുടെ നാട് വളരെ നല്ല രീതിയിൽ പോകും. ആരും ചെയ്യുകയില്ല. നമ്മൾ കുറച്ച് വീഡിയോ ഇട്ടത് കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് ഫോട്ടോസ് ഇട്ടത് കൊണ്ടോ കുറച്ച് പേര് വായിക്കുമെന്നല്ലാതെ അതിന്റെ പേരിൽ ഒരു നടപടിയൊന്നും വരുന്നില്ല. ഒരുപാട് ഇപ്പം വേസ്റ്റ് വലിച്ചെറിയുന്നതൊക്കെ കർഷക നടപടി എന്നൊക്കെ പഞ്ചായത്തും പോലീസ് ഡിപ്പാർട്ട്മെന്റും പറയുന്നുണ്ടെങ്കിൽ തന്നെ ഒരു നടപടി എടുത്തതായിട്ട് ഇതുവരെ നമ്മൾ അറിയുന്നില്ല. നമ്മളെന്താ പറയുന്നത്? അതിപ്പോ വീഡിയോ ഇടുന്ന പോരാത്തന്നെ ചിലവര് പറയും നിനക്കൊക്കെ വട്ടാണെന്ന് ചോദിക്കും. അങ്ങനെയോടെ ചോദിക്കും. എന്നിട്ട് കളിയാക്കുകൂടെ ചെയ്യും. നിനക്കൊക്കെ വേറെ പണിയില്ലെന്ന്. പക്ഷെ ഓരോ മനുഷ്യനും ചിന്തിക്കണമെന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങി എല്ലാ മനുഷ്യരും ചുറ്റി കെട്ടിക്കൊണ്ടേക്കളന്ന ആ വേസ്റ്റ് സ്വന്തം വീടിന്റെ സൈഡിൽ തന്നെ നമുക്ക് എന്തെങ്കിലും രീതിയിൽ അതിനെ നശിപ്പിച്ച് കളയാനൊരു മാർഗം ഉണ്ടാക്കുവാണെങ്കിൽ ഒത്തിരി ഇതുണ്ടാവും. അത് മൊത്തം സമൂഹത്തിലോട്ട് വലിച്ചെറിഞ്ഞിട്ട് ഇത് പഞ്ചായത്തുകാർ നോക്കുക, അവർ നോക്കി ഇവർ നോക്കുക കൊണ്ട് ഒരു കാര്യമില്ല. ഇത് നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങി നമ്മളിൽ തന്നെ അവസാനിപ്പിക്കുവാണെങ്കിൽ ഇതിനൊക്കെ ഒരു റിയാസ് ഇടുന്ന ബ്ലോഗ് ഒരു വാർത്തക്കപ്പുറം
നല്ല സമൂഹത്തിലുള്ള ഒരു നല്ലൊരു മെസ്സേജും കൂടിയാണ് റിയാസ് ഇടുന്ന ബ്ലോഗ്. നമ്മളൊരു വേഷന്റെ ആണേലും കഴിഞ്ഞ ഇടയ്ക്കെല്ലാം നിങ്ങൾ ഇട്ടുന്ന ഒരു സമൂഹത്തിനുള്ള മെസ്സേജ്, പക്ഷെ വായിച്ച് തള്ളാതെ അതിന്റെ ഉള്ളില് എത്രമാത്രം കാര്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് ജനങ്ങൾ നീങ്ങുവാണെങ്കിൽ വളരെ നല്ലൊരു സമൂഹത്തെ സൃഷ്ടിക്കാനും നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കാനും നല്ലൊരു നാടായി ഈ നാട് മാറുകയും ചെയ്യും അല്ലേ? തീർച്ചയായും നമുക്ക് കൃഷിയൊക്കെ ഒന്ന് കണ്ടാൽ കൃഷിയൊക്കെ ഒന്ന് ഉണ്ടാക്കാം. ശരി. ഇത് കുറച്ച് സമയമൊക്കെ കിട്ടുമ്പോൾ നമ്മള് ഗപ്പിയൊക്കെ വളർത്തുന്നതാണ് കേട്ടോ. ഇത് അച്ചുമോനാണ് ഇതിന്റെ മെയിൻ ആള്. അതുകൊണ്ട് ഗപ്പി ഇതിന്റെ ഒത്തിരി ഉണ്ട്. ഗപ്പിയുണ്ടോ? ഗപ്പിയുണ്ട് 36, 38ഓളം ഐറ്റം ഗപ്പികളുണ്ട്. അത് അച്ചുമോന്റെ ഒരു വകുപ്പാണ്. അവനെല്ലാം നമ്മൾ കൂടി കൊടുക്കും. തേനീച്ച, വലിയ തേനീച്ച, ചെറുതേനീച്ച അല്ല, ഇതെല്ലാം തേനീച്ചക്കൂടുകളായിരിക്കുന്നതെല്ലാം. തേനീച്ച ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഒന്നുമില്ല, വരുന്ന ഒരു മട്ടം വെച്ച് അങ്ങ് കൊടുക്കുമല്ലോ. എന്തെങ്കിലും മരുന്നിനൊക്കെ ചോദിക്കുവാണല്ലേ, നമ്മളെ ശുദ്ധമായ തേന് അങ്ങ് കൊടുക്കും. ഇതൊക്കെ ഇതൊക്കെ വലിയ തേനീച്ച, ചെറുതേനീച്ച, ഓരോ സംഭവങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെയാ മറ്റേ ഈ ക്യാൻസറിനൊക്കെ മരുന്നാന്നൊക്കെ പറഞ്ഞോണ്ട് മറ്റേ നോനിപ്പഴം എന്നൊക്കെ പറയുന്ന സാധനമല്ലേ. മുള്ളാത്തതല്ല, ഈ ചെറിയ ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ കഴിച്ചിറക്കണമെങ്കിൽ എന്റെ പൊന്ന് പിന്നെ ഭയങ്കര പ്രതിരോധ മരുന്നും കൂടിയാ. പിന്നെ ഇത് കണ്ടില്ലേ, തെങ്ങുണ്ട്. പിന്നെ കപ്പ, ഇവിടെ എല്ലാം കപ്പ ഇങ്ങനെ നട്ടേക്കാം. പിന്നെ വാഴയൊക്കെ അങ്ങേ സൈഡിലോട്ട്, ഇവിടെ എല്ലാം കപ്പയൊക്കെ, കപ്പ കൃഷിയാണ്. ഇവിടെ എല്ലാം കപ്പയും തേനീച്ചപ്പെട്ടി. ഇവിടെ എല്ലാം ആ സൈഡ് വഴി എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇത് നമ്മുടെ സ്വീറ്റ് ലെമൺ എന്ന് പറയുന്ന സാധനമാണ്. നല്ലപോലെ കായ്ക്കും ഇത്. കാണിച്ച മക്കളെ, സ്വീറ്റ് ലെമൺ എന്ന് പറഞ്ഞോണ്ട് നല്ല ഇത് കണ്ടോ. ഇത് കൊണ്ടേ ജ്യൂസ് അടിച്ച് കുടിക്കാനുണ്ടല്ലോ, നല്ല അടിപൊളി സാധനം. ഇതുണ്ടോ, ഇത് ആയുർവേദമൊന്നും അല്ല. നമ്മളെ സ്വീറ്റ് ലെമൺ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മള് ഈ ഒടിച്ചുകുത്തി നാരകത്തേല് അഗ്രികൾച്ചർ ചെയ്തുണ്ടാക്കിയ നല്ല അടിപൊളിയാണ് ഇത് നാരങ്ങയൊക്കെ. ഇതൊക്കെ ലൈവായിട്ട് നമ്മൾ എടുക്കുന്നു, ചെല്ലുന്നു, ഒരാൾ വരുന്നു, പെട്ടെന്ന് പിഴിയുന്നു, വെള്ളം അടിച്ച് കുടിക്കുന്നു. ഒരു 2 റാവേണ്ട ഇരിക്കട്ടെ, ജ്യൂസ് അടിച്ച് കുടിക്കുന്നു. നമ്മൾ എപ്പോഴും നാച്ചുറൽ ആയിട്ടുള്ള സംഭവം. ഇപ്പൊ കപ്പളങ്ങ, ചക്ക, ഈ സാധനമൊക്കെ ഉള്ളൂ. വിഷങ്ങളൊന്നും ഇല്ലാത്ത അതേലൊക്കെ അല്ലേ ഉള്ളൂ. വളമൊന്നും ഇല്ലല്ലോ, ഇല്ല, ഒറിജിനൽ ആയിട്ടുള്ളൂ. അങ്ങനെ ഇപ്പൊ ഏറ്റവും മെയിൻ ആയിട്ട് തേനീച്ച, ഇതുപോലെ കപ്പ കൃഷി, ചേന, ചേമ്പ്, പിന്നെ കുറച്ച് പ്ലാവുണ്ട്, ഇതുപോലുള്ളതൊക്കെ ഉണ്ട്. ഇതിനെല്ലാം സമയം നമ്മൾ കണ്ടെത്തും. ഇതിനെല്ലാം സമയം കണ്ടെത്താൻ പറ്റും. എല്ലാ മനുഷ്യർക്കും സമയം കണ്ടെത്താൻ പറ്റും. രാവിലെ എഴുന്നേറ്റ് നമ്മൾ തന്നെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയെടുക്കണം. ഇതിനെ ഒരു സമയത്ത് ഇന്നത് ചെയ്യണം, ഇന്നത് പോകണം. പിന്നെ നമ്മളെ വിളിച്ചാൽ കിട്ടാത്ത ഒരു സമയമുള്ളൂ. ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഫോൺ രണ്ടും വീട്ടിലോട്ട് വെച്ചിട്ട് ഒറ്റ പോക്കാ. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഫോണെ തൊടുത്തുള്ളൂ. മുൻഗണന അതാ നമ്മളെ വീട്ടിലിരിക്കുക. അതിപ്പോ നിങ്ങളും അങ്ങനെ തന്നെയാണല്ലോ. അപ്പം അതാണ് നമുക്ക് എപ്പോഴും പറയാനുള്ളത്. നമ്മുടെ സമൂഹത്തിൽ നമുക്ക് എന്നൊക്കെ ചെയ്യാൻ പറ്റൂ അതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇനിയും ഒന്നുമില്ല, കൃഷിഭവനിൽ ഒന്നുമില്ല. നമ്മൾ നമ്മുടെ സ്വന്തമായിട്ട് തേനീച്ചപ്പെട്ടി. ഇപ്പം ചെറുതേനീച്ചാണ് നമുക്ക് 90, 95ഓളം പെട്ടികളുണ്ട്. പിന്നെ മറ്റേ വലിയ തേനീച്ചാണ് 10, 25 പെട്ടികളുണ്ട്. അതെല്ലാം നമുക്ക് ആവശ്യമുള്ള ഞാൻ നമ്പർ കൊടുത്തേക്കാം, റിയാസുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. നല്ല ഒറിജിനൽ തേൻ, വെള്ളമയം ഒന്നുമില്ലാതെ, കറുപ്പൊന്നുമില്ലാതെ, ഒറിജിനൽ വൻതേനും ചെറുതേനും ഇല്ലേ? നമ്പർ കൊടുത്തേക്കാം. ആ നമ്പറിൽ ബന്ധപ്പെടുവാണെങ്കിൽ ആയുർവേദമാണ്, മരുന്നാണ്, ആവശ്യമുള്ള തേൻ റിയാസ് തരും. എപ്പോഴും സ്റ്റോക്ക് ഉണ്ടല്ലോ? എല്ലാ സ്റ്റോക്കുണ്ട്. പൂച്ചക്കുഞ്ഞിനെ വളർത്തുന്നുണ്ടോ? പാത്തുവിന്റെ മെയിൻ കേസ് കേട്ടാ. പൂച്ചകളുടെ ഒരു 3-4 എണ്ണം ഉണ്ട്. ഒരു 3-4 പൂച്ചകളുണ്ട്. ഇതെല്ലാം പേർഷ്യൻ ക്യാറ്റുകളാണ്. ഇതൊക്കെ ഇതുപോലത്തെ ഒരെണ്ണത്തിന് റാബിയണ്ണന് പണ്ട് തന്ന ഓർമ്മയില്ലേ? ഇതുപോലത്തെ സെയിം പറഞ്ഞു. ഇതൊക്കെ പാത്തുവിന്റെ വലിയ ഇഷ്ടമാണ്. പൂച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ജീവനാണ് കേട്ടോ. ഈ സെയിം പൂച്ചയാ നിങ്ങൾക്ക് വന്ന് തന്നെ, ഇതിന്റെ കുഞ്ഞിനെ അന്ന് തന്നെ. റാബിയണ്ണന്റെ ആ പൂച്ച 3 പാത്തുവിന്റെ ജീവനാണ് അത്. പിന്നെ നമ്മുടെ വീഡിയോസിലെല്ലാം കണ്ടില്ലേ, നമ്മുടെ പാത്തു, അച്ചു എല്ലാം നിരന്തരമായിട്ട്. അച്ചു നമ്മളെ വീഡിയോക്കൊക്കെ സഹകരിക്കുന്നത്. വകുപ്പാണോ ഇത്? ആണോ? ഇത് കൊടുക്കുന്ന ആഹാരം മറ്റേ കടയിലെ തീറ്റ മേടിച്ചു നമ്മൾ കൊടുക്കുമല്ലോ, ഇതിന്റെ ഫുഡാ മേടിച്ചു കൊടുക്കുന്നത്. പൂച്ചക്കല്ലേ അല്ലേ? ഇത് വീഡിയോ പോകുകയല്ലേ? ഇവിടെ നിന്നോളും 3 എപ്പോഴും ഇവിടെ കാണും. ഇതിന്റെ കുഞ്ഞുങ്ങൾ ഇപ്പൊ ഈ അടുത്ത ഏരിയയിലെല്ലാം ഉണ്ട്. പിന്നെ കുഞ്ഞിനെ കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. പാത്തുവിന്റെ കാർച്ച വീഡിയോയിലൂടെ ഒക്കെ കാണുന്നതല്ലേ? കാണുന്നത് എനിക്ക് കിട്ടിയത് അല്ലേ? നമ്മൾ റിയാസിന്റെ അടുത്ത് വന്ന് നല്ലൊരു മെസ്സേജും നല്ലൊരു ക്ലാസ്സും നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ കുറച്ച് ഉത്തരവാദിത്വം ഉണ്ടാക്കിയെടുക്കുക. രാവിലെ തൊട്ടേ ഒരു ടൈം ടേബിൾ ആയിട്ട് നമ്മൾ അതിനായിട്ട് തന്നെ സമയം കണ്ടെത്തുക. ആർക്കും തിരക്കില്ല, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന തിരക്ക് മാത്രമേ ഉള്ളൂ. എല്ലാ പ്രശ്നങ്ങൾക്കും ഒക്കെ പരിഹാരമുണ്ട്, സമയം കണ്ടെത്താൻ പറ്റും. ഏതായാലും വളരെ തിരക്കേറിയ ജീവിതത്തിൽ നമ്മളോടൊപ്പം ഇത്രയും നേരം ചെലവഴിച്ച പ്രിയപ്പെട്ട റിയാസിനും എൻ്റെ സഹോദരനായ റിയാസിന് നന്ദി, നമസ്കാരം.